അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി വഹദ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഏറ്റവും വലിയ ആയുധം എന്നുള്ളത് അത് ദുആ തന്നെയാണ്. ബാക്കി എല്ലാ ഇബാദത്തുകളിൽ നിന്നും ദുആയ്ക്കുള്ള വ്യത്യാസം അത് അള്ളാഹുവിന്റെ കലാകദറുകളെ വരെ മാറ്റാൻ സാധിക്കും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നത്. ലാ യുറുദ്ദുൽ ഖലാ ഇലാ ദുആ. അള്ളാഹുവിന്റെ കലാകദറുകളെ വരെ ദുആ കൊണ്ട് മാറ്റാൻ സാധിക്കും. നാം ഓരോ ദിവസവും 17 വട്ടം ഫർദ് നമസ്കാരങ്ങളിൽ പറയുന്ന ഒരു വചനമുണ്ട്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നിന്നെ മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുന്നത്, നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം തേടുന്നത്. അതുകൊണ്ട് ആത്മാർത്ഥമായി അള്ളാഹുവിനോട് സഹായം തേടുകയാണെങ്കിൽ, ആത്മാർത്ഥമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്നത് തന്നെയാണ്. ഈ പ്രപഞ്ചത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഓരോരോ കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടാകും. അത് മാത്രമേ ഈ ദുനിയാവിൽ നടക്കുകയുള്ളൂ. പക്ഷേ ദുആയ് കൊണ്ട് അള്ളാഹുവിന്റെ തീരുമാനങ്ങൾ വരെ അള്ളാഹു സുബ്ഹാനഹു വ തആല മാറ്റുമെന്നാണ് റസൂല് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നാം ആത്മാർത്ഥമായി അള്ളാഹുവിനോട് സഹായം തേടുക, ആത്മാർത്ഥമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകുക തന്നെ ചെയ്യും. അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് അത്രയധികം ഇഷ്ടമാണ് അള്ളാഹുവിന്റെ അടിമ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത്. അതുകൊണ്ട് നാം ഒരിക്കലും നിരാശരാകാതെ ദുആ ചെയ്യുക. ദുആയ്ക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല 3 തരത്തിൽ നമുക്ക് ഉത്തരം തരുന്നതാണ്. ഒന്നെങ്കിൽ നാം ചോദിക്കുന്ന കാര്യം അതേ സമയം തന്നെ അള്ളാഹു നമ്മൾക്ക് തരും. അല്ലെങ്കിൽ നമ്മൾക്ക് വരാൻ പോകുന്ന ഒരു വിപത്തിനെ, ഷെറിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല തട്ടിമാറ്റി കളയും. അല്ലെങ്കിൽ ആ ദുആയ്ക്ക് ഉത്തരം നമുക്ക് പരലോകത്ത് നിന്ന് അള്ളാഹു നമുക്ക് തരും. പരലോകത്ത് നമുക്ക് ആ ദുആയ്ക്ക് ഉത്തരം തരുമ്പോൾ നാം വിചാരിക്കും നമ്മുടെ എല്ലാ ദുആയ്ക്കും എനിക്ക് ഈ പരലോകത്ത് നിന്ന് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരുന്നു നല്ലത് എന്ന് നാം വിചാരിക്കും. അതുകൊണ്ട് നാം ഒരിക്കലും നിരാശരാകാതെ അള്ളാഹുവിനോട് നമ്മുടെ പ്രയാസങ്ങളും പ്രതിസന്ധികളും വിഷമങ്ങളും എല്ലാം ഉള്ളു തുറന്ന് പറയുകയാണെങ്കിൽ അള്ളാഹുവിലേക്ക് ഉയർത്തുന്ന ആ കരം അള്ളാഹു സുബ്ഹാനഹു വ തആല തട്ടിമാറ്റുകയില്ല. നമുക്ക് എപ്പോ വേണമെങ്കിലും ദുആ ചെയ്യാം. നമുക്ക് നിസ്കരിച്ചുകൊണ്ട് ഒന്നു കൊടുത്തുകൊണ്ട് 2 റക്അത്ത് നമസ്കരിച്ചുകൊണ്ട് ദുആ ചെയ്യണമെന്നൊന്നുമില്ല. നമുക്ക് ഏത് നിമിഷവും അള്ളാഹുവിനോട് സംസാരിക്കാം, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം. ഇപ്പൊ ഉദാഹരണത്തിന് നിസ്കാരം തന്നെ ഒരു മുനാജാത്താണ്. നിസ്കാരം തന്നെ അള്ളാഹുവിനോടുള്ള ഒരു സംഭാഷണമാണ് നമസ്കാരം. അതുപോലെ തന്നെ നമുക്ക് സംസാരിക്കാം. ഏത് നിമിഷവും നമുക്ക് അള്ളാഹുവിനോട് സംസാരിക്കാം. അള്ളാഹു നമ്മുടെ സമീപസ്ഥനാണ്. ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നുണ്ട്, ഫൈദാ സഹലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദാൻ. നബിയെ, എന്നെ കുറിച്ച് ചോദിക്കുന്ന എന്റെ അടിമകളോട് പറയുക, ഞാൻ അവരുടെ സമീപസ്ഥനാണ്. ഉജീബു ദഅവത ദാഇ ഇദാ ദാൻ. വിഷമിച്ചുകൊണ്ട് അവരുടെ വിഷമങ്ങൾ എന്നോട് പറയുമ്പോൾ ആ വിഷമങ്ങൾക്ക് ഉത്തരം നൽകുന്നവനാണ് ഞാൻ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നത്. അള്ളാഹു നമ്മുടെ സമീപസ്ഥനാണ്. നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ആരെക്കാളും പറയുന്നതിനേക്കാളും ഉചിതം നമുക്ക് നമ്മുടെ അള്ളാഹുവിനോട് പറയുന്നതാണ്. കാരണം അള്ളാഹു നമ്മളെ അത്രമാത്രം സ്നേഹിക്കുന്നു. ഒരു മാതാവ് നമ്മളെ സ്നേഹിക്കുന്നതിനേക്കാളും 70 ഇരട്ടിയോളമാണ് അള്ളാഹ് നമ്മളെ സ്നേഹിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ഏറ്റവും കൂടുതൽ മനസ്സിലാകുക അത് അള്ളാഹുവിന് തന്നെയാണ്. അതുകൊണ്ട് അള്ളാഹുവിനോട് പറയുക നമ്മുടെ പ്രയാസങ്ങളും പ്രതിസന്ധികളും. അതുപോലെ സൂറത്തുൽ ഫുർഖാനിലൂടെ അള്ളാഹു പറയുന്നുണ്ട്, നബിയെ പറഞ്ഞു കൊടുക്കുക, അവരുടെ പ്രാർത്ഥനയില്ലെങ്കിൽ ഞാൻ അവർക്ക് എന്ത് പരിഗണനയാണ് നൽകുക എന്ന്. അതുകൊണ്ട് അള്ളാഹു നമ്മളെ പരിഗണിക്കണമെങ്കിൽ നാം പ്രാർത്ഥിക്കുക. അള്ളാഹുവിന് അത്രയും ഇഷ്ടമാണ് അള്ളാഹുവിന്റെ അടിമ അള്ളാഹുവിനോട് സഹായം നേടുന്നത്. അള്ളാഹുവിന്റെ പരിഗണന ലഭിക്കണമെങ്കിൽ നാം ആത്മാർത്ഥമായി അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അതുപോലെ പല പല വചനങ്ങൾ ഖുർആനിലൂടെ പറയുന്നുണ്ട്. വലക്കത് ഹലക്കനൽ ഇൻസാൻ വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സു വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. ഈ ആയത്ത് വളരെ ശ്രേഷ്ഠമായ ഒരു ആയത്താണ്. ഇത് നമുക്ക് വളരെ പ്രതീക്ഷ തരുന്ന ഒരു ആയത്താണ്. ഈ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, മനുഷ്യനെ സൃഷ്ടിച്ചത് നാം ആകുന്നു, അവന്റെ മനസ്സ് മന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് നാം അറിയുന്നു, അവന്റെ കണ്ടനാടിയേക്കാൾ അടുത്തുള്ളവനാകുന്നു ഞാൻ. അള്ളാഹു നമ്മുടെ അത്രയും സമീപസ്ഥനാണ്. നമ്മുടെ കണ്ടനാടിയേക്കാൾ നമ്മുടെ ശരീരത്തോട് ഒട്ടി നിൽക്കുന്ന ആളാണ്. അത്രയും അടുത്തുള്ള ആളാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് നമ്മുടെ വേദനകളും വിഷമങ്ങളും പ്രയാസങ്ങളും നമുക്ക് ഏറ്റവും പറയാൻ ഉചിതമായ ആള് അള്ളാഹു തന്നെയാണ്. അള്ളാഹു അത്രയും ആത്മാർത്ഥമായി നമ്മളെ സ്നേഹിക്കുന്ന ആളാണ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും എല്ലാ വിഷമഘട്ടങ്ങളിലും നമ്മളെ കൂടെ നിൽക്കാൻ ഉള്ള ആകെയുള്ള ഒരാൾ അള്ളാഹു മാത്രമാണ്. അതുകൊണ്ട് അള്ളാഹുവിനോട് സഹായം തേടുക. അതെല്ലാം കഴിഞ്ഞുകൊണ്ട് അള്ളാഹു നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം നമ്മുടെ എല്ലാവരെയും മനസ്സിനെ വളരെയധികം വിഷമിപ്പിച്ചേക്കാം. അലൈസല്ലാഹു ബികാഫിൻ അബ്ദ. എന്റെ അടിമയ്ക്ക് ഞാൻ മതിയായവനല്ലേ? അള്ളാഹു നമ്മളോട് ചോദിക്കുകയാണ്, എന്റെ അടിമയ്ക്ക് ഞാൻ മതിയായവനല്ലേ? അവന്റെ വിഷമങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും എല്ലാം കേൾക്കാൻ ഞാൻ തയ്യാറാണ്. അവനക്ക് ഞാൻ പോരെ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. ആര് ചോദിച്ചാലും നമ്മൾക്ക് കാര്യമില്ല. അള്ളാഹു ആണ് നമ്മളോട് ചോദിക്കുന്നത്, എന്റെ അടിമയ്ക്ക് ഞാൻ മതിയായവനല്ലേ?
നമ്മളോട് ഏവരോടും അള്ളാഹു ഈ ചോദ്യം ചോദിക്കുന്നു, നിങ്ങൾക്ക് ഞാൻ മതിയായവനല്ലേ എന്ന്. അള്ളാഹു നമുക്ക് മതിയായവൻ തന്നെയല്ലേ? അള്ളാഹുവിനോട് നമ്മുടെ പ്രയാസങ്ങളും പ്രതിസന്ധികളും പറയാൻ ഏറ്റവും ഉചിതം അള്ളാഹു തന്നെയാണ്. അള്ളാഹുവിനോട് പറയുക, നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും പറയുക. ഈ ലോകത്ത് എല്ലാവരും നമ്മളെ ഒറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തിയാലും നമുക്ക് യാതൊരു വിഷമവും പ്രയാസവും പെടേണ്ട ആവശ്യമില്ല. നമ്മുടെ കൂടെ അള്ളാഹു ഉണ്ട്. അള്ളാഹു നമുക്ക് മതിയായവനല്ലേ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. അതുകൊണ്ട് ആത്മാർത്ഥമായി നമ്മുടെ കാര്യങ്ങൾ അള്ളാഹുവിലേക്ക് പരമേൽപ്പിക്കുക, അള്ളാഹുവിനെ വിളിച്ചു പ്രാർത്ഥിക്കുക, അള്ളാഹുവിന്റെ സഹായം തേടുക, അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അള്ളാഹു നമ്മളെ ഒരിക്കലും തട്ടിക്കളയുകയില്ല. അതുകൊണ്ട് നാം ഏതൊരു അവസ്ഥയിലാണെങ്കിലും ഏതൊരു പ്രയാസഘട്ടത്തിലാണെങ്കിലും അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരിക തന്നെ ചെയ്യും. അതുകൊണ്ട് നാം ഒരിക്കലും നിരാശരാകേണ്ടതില്ല. ആത്മാർത്ഥമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. ആ ദുആയ്ക്ക് അള്ളാഹു എളുപ്പത്തിൽ നമുക്ക് ഉത്തരം തരുന്നതാണ്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.